ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിലപ്പോഴൊക്കെ ആളുകൾ അവരുടെ ജീവിതത്തിൽ നേരിടുന്ന സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് ചോദിക്കാറുമുണ്ട്. അപ്പോൾ എന്തെങ്കിലും പരിഹാരങ്ങൾ പറയുമ്പോൾ പലപ്പോഴും അവർക്കത് പ്രായോഗികമാക്കാൻ പറ്റാറില്ല. പ്രായോഗികമാക്കാതിരിക്കാനുള്ള എക്സ്ക്യൂസസ് ആണ് അവർ കൂടുതലായിട്ടും പറയാറ്. അപ്പം ഞാനിതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മുടെയൊക്കെ മനസ്സിൽ വളരെ കുഞ്ഞുനാളിലെ കടന്നുകൂടിയ ചില വിശ്വാസങ്ങളുണ്ട്, ചിന്തകളുണ്ട്, മനോഭാവങ്ങളുണ്ട്. അതിനെ മാറ്റുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. പക്ഷെ അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ്. അപ്പോൾ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഒരു ജീവിത സാഹചര്യത്തിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസാണുള്ളത്. ഒന്ന്, അത് സഹിച്ചങ്ങോട്ട് ജീവിക്കുക. രണ്ട്, റെസിലിയൻസ് എന്ന് പറയും, അതിനെ അതിജീവിക്കാനുള്ള കരുത്തോടു കൂടി മുന്നോട്ട് നീങ്ങുക. നമുക്ക് ആഗ്രഹം രണ്ടാമത്തെ ജീവിതമായിരിക്കും അല്ലേ? പക്ഷേ അത് നടത്താനായിട്ടുള്ള വലിയൊരു മെൻ്റൽ ബ്ലോക്ക് നമുക്കുണ്ടാവും. നമ്മുടെ മനസ്സിൽ ഇതുവരെ കടന്നുകൂടിയ ചില ചിന്തകളും മനോഭാവങ്ങളും ഒക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ നമ്മളൊരു പ്രതിരോധത്തിലേക്ക് വരണമെങ്കിൽ ഈ ചിന്തകളിൽ മാറ്റം വരണം, മനോഭാവത്തിൽ മാറ്റം വരണം, അങ്ങനെ നമ്മുടെ പ്രവൃത്തികളിൽ മാറ്റം വരണം. അത് പലപ്പോഴും വേദനാജനകമാണ്. കാരണം നമ്മുടെ സെറ്റിങ്സ് അങ്ങനെയാണ്. നമ്മൾ എന്തിനോടെങ്കിലും കണ്ടീഷൻഡായി കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അസാധ്യമായിട്ടുള്ള കാര്യമല്ല. നമ്മളൊരു റീകണ്ടീഷനിങ്ങിന് തയ്യാറാവണം. നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയ ഈ ചിന്തകളിലും മനോഭാവത്തിലും ഒക്കെ ഒരു മാറ്റം വരുത്തി ഒന്ന് റീകണ്ടീഷൻ ചെയ്തെടുക്കണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ എഫേർട്ട് ഇടണം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ മാറ്റിയെടുക്കാൻ തക്കവണ്ണമുള്ള ചിന്തകൾ നമുക്ക് ഉണ്ടാവണം. അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവില്ല. നമ്മുടെ ഈ സാഹചര്യം മാറ്റാൻ തക്കവണ്ണം കരുത്ത് നൽകുന്ന ചിന്തകൾ നമുക്ക് ഉണ്ടാവണം. അത് നമ്മൾ സ്വാംശീകരിക്കണം, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പറയുന്നവരിൽ മിക്കവാറും ഒരു സ്ത്രീകളാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇത്തരം സാഹചര്യങ്ങളോട് പൊരുതി നിൽക്കാനുള്ള കരുത്താർജിക്കാൻ നമ്മെ സഹായിക്കുന്ന ചില ചിന്തകളാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് ഒരുപാട് കരുത്ത് നൽകിയിട്ടുള്ള ചിന്തകളാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പ്രധാനപ്പെട്ട അവകാശങ്ങളിൽ ഒന്നാണ് നമ്മുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കും. പ്രത്യേകിച്ചും മറ്റേയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊരു സ്ഥിതി ഉണ്ടെങ്കിൽ നമ്മളത് പറയില്ല. പക്ഷേ ഈ ഒരു അവകാശം പ്രായോഗികമാക്കാൻ നമ്മൾ തയ്യാറായാൽ സത്യത്തിൽ എന്താ സംഭവിക്കുക? നമ്മൾ നിലപാടുകളും അഭിപ്രായങ്ങളും ഉള്ള ആളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മോട് ബഹുമാനം കൂടാനാണ് സാധ്യത. നമ്മളോട് വളരെ അടുത്ത ആളുകൾക്ക് ഈ ഒരു പെരുമാറ്റം ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷെ പിന്നീട് അവർക്ക് വീണ്ടും വിചാരം ഉണ്ടായേക്കാം, നമ്മളോടുള്ളൊരു ബഹുമാനത്തിന് അത് കാരണമായേക്കാം. എനിക്ക് പലപ്പോഴും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം നമ്മൾ പറയുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന പലരും പിന്നീട് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന എന്തായിരിക്കുമെന്നോ, അവർ വളരെ സ്ട്രോങ് ആണ്, അവർക്ക് നിലപാടുകളുണ്ട്. പിന്നെ അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അവരുടെ പല കാര്യങ്ങൾക്കും നമ്മളുടെ സഹായം തേടാൻ തുടങ്ങും. നമ്മളെ പല കാര്യങ്ങളിലും അവർ ഉൾപ്പെടുത്തും. കാരണം അവർക്ക് കിട്ടുന്ന ഒരു വിശ്വാസമാണ്. ഇവർക്ക് സ്വന്തം അഭിപ്രായങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. പക്ഷേ ആദ്യം അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. പക്ഷെ നമ്മൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ കാലക്രമേണ അവരത് മനസ്സിലാക്കി അവർക്ക് ഒരു വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്നോ, നമ്മൾ പലപ്പോഴും ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. ഒരാളെയും വേദനിപ്പിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പണ്ട് ഞങ്ങളുടെ കോളേജിലുണ്ടായിരുന്നൊരു പ്രിൻസിപ്പൽ ഫെയർവെൽ സ്പീച്ചിൽ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇവിടെ ഉള്ള അധ്യാപകരിൽ എനിക്ക് 3-4 ശത്രുക്കളുണ്ട്. ഈ 3-4 ശത്രുക്കളെ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ബാക്കി 196 ആളുകളും എൻ്റെ ശത്രുക്കളായാനേ. എന്ന് വെച്ചാൽ അവരെ ഞാൻ ഹേർട്ട് ചെയ്യണ സ്ഥിതിയിലേക്ക് എത്തിയാനേ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചിലരെ നമ്മൾ ഹേർട്ട് ചെയ്യാതെ നോക്കുമ്പോൾ വേറെ ചിലർക്ക് അത് ഹേർട്ട് ഫീലിങ്സ് ഉണ്ടായേക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആരെയും ഹേർട്ട് ചെയ്യാതെ നമ്മൾ ജീവിക്കാൻ ശ്രമിച്ച് നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും. ഈ ഹേർട്ട് ചെയ്യാതെ നോക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അവരുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ നടത്തി കൊടുക്കുക, എല്ലാ അഭിപ്രായങ്ങളോടും യോജിക്കുക.
ഇതൊക്കെ അവരെ സന്തോഷിപ്പിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പലപ്പോഴും നമ്മുടെ അഭിപ്രായത്തിനും നമ്മുടെ ആവശ്യങ്ങൾക്കും വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മളെ ഹേർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തൂലേ. അപ്പം ആരെയും ഹേർട്ട് ചെയ്യാതെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് സത്യത്തിൽ ഉണ്ടാകുന്നില്ല. മൂന്നാമത്തെ കാര്യം, വളരെ സത്യസന്ധമായി ഡയറക്റ്റായിട്ട് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ കാലക്രമേണ അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ വളരെ സ്ട്രോങ് ആക്കും. നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അത് പുറത്തു വരും. അപ്പം അത് മറ്റുള്ളവർക്ക് ആദ്യം ഓപ്പണായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു പരിധി വരെ നമുക്ക് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും നല്ലത് നമ്മൾ ഓപ്പണായി സത്യസന്ധതയോടുകൂടി നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ പറയുക എന്നുള്ളതാണ്. നമ്മുടെ ബന്ധങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാവും. സത്യസന്ധത ഇല്ലാതെ വരുമ്പോൾ എന്ത് പറ്റുമെന്നാ, നമ്മൾ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. വെറുതെ നമ്മൾ ചില കാര്യങ്ങൾക്ക് ചില എക്സ്ക്യൂസൊക്കെ പറയാറില്ലേ, തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ്. പിന്നെ നമ്മളത് മറന്നുപോകും. വേറൊരു സന്ദർഭത്തിൽ അന്ന് പറഞ്ഞ കാര്യമായിരിക്കില്ല നമ്മൾ പറയുന്നത്. അത് ബന്ധങ്ങളിൽ ഒരുപാട് വിശ്വാസ്യത ഇല്ലാതാക്കും. നാലാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ അവകാശങ്ങൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ ചൂഷണം ചെയ്യും. നമ്മൾക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട്. ഒരു കാര്യം ഇഷ്ടമില്ല എന്ന് പറയുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. ഇത് പലപ്പോഴും പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കാറില്ലേ. മറ്റുള്ളവർ നമ്മളെ അത് വെച്ച് ചൂഷണം ചെയ്യാറില്ലേ. നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നനഞ്ഞിടം കുഴിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി അങ്ങനെയാണ്. അയാൾ കുഴപ്പമില്ല, അയാൾ എന്തായാലും സമ്മതിച്ചോളും. ഈ ഒരു ധാരണ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്നത് വളരെ അപകടകരമാണ്. അഞ്ചാമത്തെ കാര്യം, നമ്മുടെ നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ തുറന്നു പറയാതിരിക്കുമ്പോൾ ചിലരുടെ വിചാരം എന്താണെന്നോ, ഈ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി അവർ വലിയ ത്യാഗം സഹിക്കുകയാണ്. സത്യത്തിൽ ഈ ബന്ധങ്ങൾ ഡാമേജ്ഡ് ആകാനാണ് സാധ്യത. ബന്ധങ്ങൾക്ക് വളർച്ചയുണ്ടാകണമെങ്കിൽ നമ്മൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ആശയങ്ങളും ഒക്കെ തുറന്നു പറയണം. വ്യത്യസ്തമായി ചിന്തിക്കുന്നിടത്താണ് വളർച്ചയുണ്ടാവുക. അപ്പോൾ വളർച്ചയില്ലാതെ വരുമ്പോൾ എന്തു പറ്റും, അത് അവസാനം ഡാമേജ്ഡ് ആകാനാണ് സാധ്യത. നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷം ബന്ധങ്ങളിൽ നിന്ന് കിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ത്യാഗത്തിൻ്റെ ആവശ്യമില്ല. ആറാമത്തെ കാര്യം, നോ പറയാൻ ഒരുപാട് പേർക്ക് വിഷമമാണ്. നമ്മളെ ഒരാൾ ഒരു സ്ഥലത്തേക്ക് ക്ഷണിച്ചു, നമുക്ക് പോകാൻ യാതൊരു നിർവാഹമില്ല. പക്ഷേ നോ പറയുമ്പോൾ ഒരു കുറ്റബോധം, അയാൾ എൻ്റെ പരിപാടിക്ക് വന്നതാണ്, അപ്പോൾ ഞാൻ എങ്ങനെ അയാളുടെ പരിപാടിക്ക് പോകാതിരിക്കും? എൻ്റെ പരിപാടിക്ക് വന്നത് അയാളുടെ തീരുമാനമാണ്. ഇപ്പം എനിക്ക് അയാളുടെ പരിപാടിക്ക് പോകാൻ നിർവാഹമില്ല. അയാൾക്കിന്ന് സൗകര്യം ഉണ്ടായിരുന്നത് കൊണ്ടാകാം എൻ്റെ പരിപാടിക്ക് വന്നത്. നമ്മളിങ്ങനെ ഒരുപാട് കുറ്റബോധം നമ്മളിൽ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ആവശ്യമില്ലാത്ത കുറ്റബോധങ്ങൾ ഒഴിവാക്കുക. അത് പലപ്പോഴും സ്ത്രീകൾക്ക് സംഭവിക്കാറുമുണ്ട്. വ്യക്തിപരമായിട്ട് നമുക്ക് വളരാനുള്ള എല്ലാ അവകാശമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളെല്ലാവരും തന്നെ വ്യക്തിപരമായിട്ട് വളർച്ചയുണ്ടാകാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ പഴയ ഒരു സ്ത്രീ സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ ചില കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ പലരും കുറ്റപ്പെടുത്തും. അങ്ങനെ ആ കുറ്റപ്പെടുത്തുമ്പോൾ ആവശ്യമില്ലാത്ത കുറ്റബോധം ഉണ്ടാകേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും ഒരു കുടുംബജീവിതം നയിക്കുന്ന രണ്ടു പേർക്കും എല്ലാ കാര്യങ്ങളിലും കൂട്ടുത്തരവാദിത്വമുണ്ട്. ഏഴാമത്തെ കാര്യം, ചില സന്ദർഭങ്ങളിലെങ്കിലും ആവശ്യങ്ങൾ തുറന്നു പറയാത്തവരുണ്ട്. അവർ ചിന്തിക്കുന്നത് എന്താണെന്നോ, ഇങ്ങനൊരു ആവശ്യം ഞാൻ പറയുന്നത് ശരിയാണോ? അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും ആവശ്യങ്ങളുണ്ടാവും. എൻ്റെ ആവശ്യങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. അത് മറ്റുള്ളവരോട് പറയുന്നതിൽ ഒരു അപാകതയുമില്ല, ഒരു തെറ്റുമില്ല. അത് നമ്മുടെ ഒരു അവകാശമാണ്. എട്ടാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റുണ്ട്, മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാതിരിക്കുക. കറക്റ്റ് ചെയ്താലേ അയാൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക കൊണ്ടാണ്. അപ്പോൾ പലപ്പോഴും അങ്ങനെ കറക്റ്റ് ചെയ്യുന്നത് അവർക്ക് ഗുണകരമായിരിക്കും. അപ്പോൾ ആ കറക്ഷൻ അവരോട് പറഞ്ഞില്ലെങ്കിൽ അവരാ തെറ്റുകൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലരെങ്കിലും ആ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാകും. അപ്പോൾ അങ്ങനെയുള്ള അവസരം അവർക്ക് കൊടുക്കാൻ തയ്യാറാകണ്ടേ. ഒമ്പതാമത്തെ കാര്യം എന്താണെന്നോ, ഒരു കാര്യം നമ്മൾ അടിവരയിട്ട് മനസ്സിൽ രേഖപ്പെടുത്തി വെക്കണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവ് നമുക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പെരുമാറ്റത്തിൽ, സംസാരത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ആ ഒരു കഴിവ് നമ്മൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ അത് ആ റെസിലിയൻസിലെ പല കാര്യങ്ങളും അതിജീവിക്കാൻ നമുക്ക് ഒരുപാട് കരുത്തേകുന്ന ഒന്നാണ്. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമ്മുടെ മുമ്പിലുള്ള 2 ഓപ്ഷൻസിൽ ഒന്ന്, എല്ലാം സഹിച്ച് സങ്കടപ്പെട്ട് ജീവിക്കുക. 2, ആ ഒരു റെസിലിയൻസ്, അതിനെയൊക്കെ പ്രതിരോധിക്കാൻ, അതിജീവിക്കാനുള്ള കഴിവ് നമ്മൾ വളർത്തിയെടുക്കുക.
ആ കഴിവ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മുടെ ചിന്താഗതികളിൽ മാറ്റം വരണം, മനോഭാവത്തിൽ മാറ്റം വരണം, അങ്ങനെ നമ്മുടെ പ്രവൃത്തികളിൽ മാറ്റം വരണം. ഓരോ ദിവസവും നമ്മെ സംബന്ധിച്ച് വിലപ്പെട്ടതാണ്. അത് ഭംഗിയായി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. ആ അവകാശങ്ങൾ നമുക്ക് അനുഭവിക്കണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറാവണം. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.